നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മളൊന്നൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് കൊണ്ട് വീട്ടിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് അടിപൊളി നമുക്ക് ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാനതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ നമ്മുടെ കൂടെ കൂടുക. അടിപൊളിയായിട്ട് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് അരിപ്പൊടി ഉണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിനെ കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. ടൊമാറ്റോ സോസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. എന്തൊക്കെ വേണ്ടെങ്കിൽ നമുക്കിതിൽ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഉണ്ടാക്കുക, എക്സ്പീരിയൻസ് അറിയിക്കുക. ഓക്കെ, 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാവുന്ന സ്നാക്സിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അരിപ്പൊടി 1 കപ്പ്, കിഴങ്ങ് നമ്മൾ ഉപ്പിട്ട് പീങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ സവാള, ഇഞ്ചി ചെറിയ പീസാക്കിയിട്ടുണ്ട്, കറിവേപ്പിലുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ മസാല ഉണ്ട്, ഉപ്പുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പച്ചമുളകുണ്ട്, അതുപോലെ ജീരകത്തിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അതിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാള മാത്രമല്ല, കിഴങ്ങ് മാത്രമല്ല, എല്ലാം നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിന് അരിപ്പൊടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നിങ്ങൾ എത്രയാണ് മസാല എടുക്കുന്നത് അതിനനുസരിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് മിക്സ് ചെയ്യാവുന്നതുകൊണ്ട് നന്നാവുക. ഇനി നമുക്കിതിനെ ഷേപ്പാക്കി മാറ്റാം. അപ്പോൾ നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ ഏത് ഷേപ്പിലാണ് വേണ്ടത് വെച്ചാൽ ആ രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചതുരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചതുരാകൃതിയിൽ നമുക്കിതിനെ എന്ത് ചെയ്യുക, എടുത്ത് മാറ്റുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷേപ്പാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിലേക്ക് മാറ്റാൻ കഴിയും. ഇനി നമുക്കിതിന് വേണ്ടത് ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ റസ്ക് പൗഡർ എടുത്തിട്ടുണ്ട്. നമ്മളത് എന്ത് ചെയ്യാണ്, ഇതിൽ മിക്സ് ചെയ്യാണ്, ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഓക്കെ, നമ്മൾ ഓരോന്നും എടുത്ത് നമ്മളതിലേക്ക് മിൽക്കും അതുപോലെ തന്നെ റസ്ക് പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്നാക്സ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്തിരുന്നതിൻ്റെ മുകളിൽ നമ്മൾ എഗ്ഗ് നമ്മൾ പീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നന്നായി ടേസ്റ്റ് ആയിരിക്കും എഗ്ഗ് കൂടി വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഇനി അത് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ടച്ചപ്പിന് വേണ്ടി നമ്മളത് ഒരു ടൊമാറ്റോയുടെ സോസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതിലേറെ രുചിയായിരിക്കും. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കമൻ്റായിട്ടോ മറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാക്കി എക്സ്പീരിയൻസ് അറിയിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ചായയോ അല്ലെങ്കിൽ കോഫിയോ, ഇനി അതുമല്ലെങ്കിൽ നന്നായിട്ടൊരു ജ്യൂസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് കോക്കനട്ട് ജ്യൂസാണ്, കുറച്ചുകൂടി വെറൈറ്റി ഉള്ള ജ്യൂസാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുക, നിങ്ങളെ എക്സ്പീരിയൻസ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ കൂടെ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിങ്ങൾ ഞെക്കി പൊട്ടിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.